Good morning. Good morning. നമ്മൾ കഴിഞ്ഞ ആഴ്ച ക്ലാസ് ഉണ്ടായിട്ടില്ല. പിന്നെ ഇനി ഓൾട്ടർനേറ്റ് വീക്കിൽ മാത്രമേ എൻ്റെ ക്ലാസ് ഉണ്ടാവുള്ളൂ. ഒരാഴ്ച ഞാൻ, ഒരാഴ്ച ഹാരിസ് സാർ, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അറ്റോമിക് എക്സൈറ്റേഷനാണ്. അറ്റോമിക് എക്സൈറ്റേഷൻ മാത്രമല്ല, വേറെ കാര്യം, നെക്സ്റ്റ് വീക്ക് ഇതേ ദിവസം നിങ്ങൾക്ക് എക്സാമാണ്. അടുത്ത ആഴ്ച കംപ്ലീറ്റ് ആയിട്ട് എക്സാമാണ്. അപ്പോൾ ഓരോ ദിവസവും അതാത് സബ്ജക്റ്റിൻ്റെ എക്സാം ആയിരിക്കും. ഈ പറയുന്ന വെനസ്ഡേ നിങ്ങളുടെ അറ്റോമിക് ന്യൂക്ലിയറിൻ്റെ എക്സാം ആയിരിക്കും. ഇതുവരെ ഞാനും ഹാരിസ് സാറും എടുത്ത ടോപ്പിക്കുകൾ, അല്ലെങ്കിൽ എൻ്റെ ഈ പോർഷൻ മാത്രം അറ്റോമിക് ന്യൂക്ലിയറിൻ്റെ എക്സാം ആയിരിക്കും ഈ ദിവസം ഉണ്ടാവുക. ടൈമൊക്കെ ഞാൻ പിന്നീട് പറയാം. നിങ്ങളുടെ കൂടി സൗകര്യം നോക്കിയിട്ട്, കാരണം എല്ലാവരുടെയും സൗകര്യം നോക്കിയിട്ട് ഒരു പ്രത്യേക ടൈമിൽ തന്നെ എക്സാം നടത്തണം. അപ്പോൾ കാരണം ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ക്വസ്റ്റ്യൻ കൊടുക്കാൻ വേണ്ടി പറ്റില്ല, അത് ഔട്ടാവാനും പറ്റില്ല. അതുകൊണ്ട് ടൈം നോക്കിയിട്ട് പറയാം. ഏതായാലും അടുത്ത ആഴ്ച നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവില്ല, ഈ ദിവസം എക്സാം ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ടോപ്പിക്ക് അറ്റോമിക് എക്സൈറ്റേഷനാണ്. ആറ്റത്തിന് നമുക്ക് എങ്ങനെ എക്സൈറ്റ് ചെയ്യാം, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഹയർ ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യാനുള്ള ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ്, ആൻഡ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഈസ് അറ്റോമിക് എക്സൈറ്റേഷൻ ബൈ collision. Collision of an atom with some other particles, some atoms or electrons or some other particles. When it is collided with this and it gets excited to this is the lower level, and it gets excited to higher level. This method of excitation is called excitation by collision. നമ്മൾ ഒരു പാർട്ടിക്കിളിൻ്റെ വേറെ പാർട്ടിക്കിളിനോട് ഹിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ എനർജി ഇതിന് കൊടുക്കുന്നു. ഹിറ്റ് ചെയ്യുന്ന ഈ പാർട്ടിക്കിളിൻ്റെ എനർജി ഈ ആറ്റത്തിന് കൊടുക്കുന്നു. അങ്ങനെ ഈ ആറ്റം എക്സൈറ്റ് ചെയ്യുന്നു. ദിസ് ഈസ് ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് ആൻഡ് ദിസ് ഈസ് ദി എക്സൈറ്റഡ് സ്റ്റേറ്റ്. ദിസ് ഈസ് ദി കൊളൈഡിങ് പാർട്ടിക്കിൾ. ഈ കൊളിഷൻ വഴി എക്സൈറ്റേഷൻ ഉണ്ടാകുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ എക്സൈറ്റേഷൻ ഉണ്ടാകുന്നത് വെൻ ദീസ് ടു പാർട്ടിക്കിൾസ് ആർ ഓഫ് ഈക്വൽ മാസസ്. ദി particles which are in collision are of equal mass, then there is more tendency to there is more probability to make collision. Another method of excitation is excitation by absorption. That is, consider an atom in the ground state, or we consider an atom which is initially in the excited state by means of collision. നമ്മൾ നേരത്തെ പറഞ്ഞ കൊളിഷൻ മെത്തേഡിൽ ഒരു ആറ്റം വേറെ ആറ്റത്തിനെ ഹിറ്റ് ചെയ്തു, അങ്ങനെ അത് എക്സൈറ്റഡ് സ്റ്റേറ്റിലെത്തി. ദിസ് ഈസ് ഇൻ ദി എക്സൈറ്റഡ് സ്റ്റേറ്റ്, ആൻഡ് ഓട്ടോമാറ്റിക്കലി ഇറ്റ് ക്യാൻ എക്സിസ്റ്റ് ദർ ഓൺലി അപ് ടു 10⁻⁸ seconds. It can exist in the excited state only up to 10⁻⁸ seconds. Then it automatically liberates that much energy. The excess energy is liberated as photons, and it comes down to the ground state. This is the ground state. This reaches the ground state. This is a spontaneous process. This is the excited state. നമ്മൾ പറയുന്നത് നേരത്തെ ബൈ മീൻസ് ഓഫ് കൊളിഷൻ ആറ്റത്തിന് എക്സൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അങ്ങനെ കൊളിഷൻ വഴി ഒരു ആറ്റം എക്സൈറ്റ് ചെയ്തു, ഹയർ സ്റ്റേറ്റിലെത്തി. ഹയർ സ്റ്റേറ്റിലെത്തി കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ എക്സിസ്റ്റ് ദർ ഓൺലി ഫോർ എ വെരി ഫ്യൂ സെക്കൻഡ്സ്, ദറ്റ് ഈസ് ഓൾമോസ്റ്റ് അപ് ടു 10⁻⁸ seconds. Then automatically, spontaneously, it liberates certain amount of energy hν, and it comes to the ground state. ഇതാണ് നമ്മൾ പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്. Now it is in the ground state, and in the ground state it can absorb certain amount of energy as photon. It can absorb certain amount of energy as photon, and it becomes an excited atom. രണ്ട് സ്റ്റെപ്സ് അങ്ങ് പറഞ്ഞതാണ്, എക്സൈറ്റേഷനും അതുപോലെ ഇതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്നു. അങ്ങനെ ഈ എക്സൈറ്റഡ് ആറ്റം, ഇനി ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ആറ്റം, amount of energy hν is a photon of energy hν is absorbed, and it gets excited by means of absorption. This is the excitation by
absorption. ഇത് രണ്ടും നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് സ്പെക്ട്രമാണ് കിട്ടുക. ഇത് എമിഷൻ സ്പെക്ട്രം. Here energy is emitted, therefore corresponding to emission we get a white light in the dark background. We get a white light in the dark background. This is the emission spectrum. And here we get an absorption spectrum. This is the emission spectrum. And when it absorbs an amount of energy, h nu, it gets excited, and corresponding to this we get an absorption spectrum. A certain line, a line spectrum is obtained, that is called absorption spectrum. This is the absorption spectrum. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള സ്പെക്ട്രം ഉണ്ടാവും, എമിഷൻ ആൻഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. ഇനി in the absorption spectrum, consider light energy passing through a material, a medium. Consider a white light. White light consists of different types of waves, longer waves, shorter waves, etc. ഇങ്ങനെയുള്ള ഒരു സ്ട്രൈറ്റ് ലൈൻ ഇങ്ങനെ പാസ് ചെയ്ത് ഒരു മീഡിയത്തിലേക്ക് കൂടി ഇതിനകത്ത് പലതരത്തിലുള്ള വേവ് ലെങ്ത്സ് ഉണ്ട്. ഇതിനകത്ത് എ സർട്ടൻ വേവ് ലെങ്ത്, ഈ പറയുന്ന വേവ് ലെങ്ത് മാത്രമേ ഇത് അബ്സോർബ് ചെയ്തു. ദിസ് വേവ് ലെങ്ത് ഇസ് അബ്സോർബ്ഡ് ബൈ ദി മീഡിയം, ആൻഡ് ദസ് ദി വേവ് കമ്മിങ് ഔട്ട് കൺസിസ്റ്റ് ഓഫ് ഇത്രയും ഉണ്ടാവും. ഇത് മിസ്സിംഗ് ആണ്, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ദി കറസ്പോണ്ടിങ് വേവ് ഇസ് അബ്സോർബ്ഡ്. ഇവിടെ അബ്സോർബ് ചെയ്തു ഈ മെറ്റീരിയൽ ഈ വേവ് മാത്രം അബ്സോർബ് ചെയ്തു. എന്നിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു ലൈറ്റാണ് പുറത്തേക്ക് കിട്ടുക. ആൻഡ് ആഫ്റ്റർ സം ടൈം ദി അബ്സോർബ്ഡ് വേവ് ഗെറ്റ് ലിബറേറ്റഡ്. ദിസ് ഇസ് ദി മീഡിയം, ദി ഗ്യാസ് മീഡിയം വി ക്യാൻ ടേക്ക്, ആൻഡ് ദിസ് excited medium absorbed certain wavelengths, liberates, transmits this wavelength. ഈ wavelength ആണ് അബ്സോർബ് ചെയ്ത് ആ wavelength ട്രാൻസ്മിറ്റ് ചെയ്യും. പക്ഷേ നേരത്തെ ഈ ഡയറക്ഷനിലായിരുന്നു വന്നത്, ആ ഡയറക്ഷനിലെല്ലാം ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ട്രാൻസ്മിറ്റ്സ് ഇൻ ഓൾ ഡയറക്ഷൻസ്. എല്ലാ ഡയറക്ഷനിലും ഒരേപോലെ ട്രാൻസ്മിറ്റ് ചെയ്യും. ഇപ്പോൾ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും എല്ലാ ഭാഗത്തേക്കും. ഇത് നേരത്തെ ഒരേ ഒരു ലൈനിൽ വന്നിരിക്കുന്ന വേവ് അതേ വേവ് ലെങ്ത് എല്ലാ ഭാഗത്തേക്കും ഈക്വലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ ദിസ് ഈസ് ദി absorption and this is the transmission. ഇനി we have to study another thing that is called Frank-Hertz experiment. Frank-Hertz experiment is to prove the process of atomic excitation by collision. Frank-Hertz experiment. This experiment was put forward by scientist James Frank and Hertz, Heinrich Hertz in the year 1940. And the experimental setup consists of a discharge tube with the two filaments, one filament and one electrode, two electrodes, negative electrode and positive electrode. Negative electrode is the filament which is heated by means of a electric potential difference, and here there is a voltage connected V, here there is a grid, and here there is another potential difference V0, and here an ammeter is connected to measure the current. This much is the experimental arrangement. This arrangement is called arrangement of Frank-Hertz experiment. The experiment done to demonstrate two things.
First one is atomic excitation by collision. Atomic excitation by collision. Second one, to prove quantization, spatial quantization. അല്ലെങ്കിൽ quantum numbers, different quantum numbers or different energy levels. Spatial quantization or different energy levels of atom. ഇത് രണ്ടും പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള എക്സ്പെരിമെൻ്റ് ആണ്. അതായത് ഇത് നമ്മൾ നടത്തുന്നത് നമുക്കൊരു ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുള്ള മെർക്കുറി ഫില്ല് ചെയ്തിട്ടുള്ള ട്യൂബാണ്. ലോ പ്രഷറിലുള്ള രണ്ട് ഇലക്ട്രോഡ്സ് ഉണ്ട്, പോസിറ്റീവ് ഇലക്ട്രോഡും നെഗറ്റീവ് ഇലക്ട്രോഡും. When it is heated up by means of some electricity, some voltage, electrons are coming out of this filament. There are particles, atoms here in this medium, in this gaseous medium, and നമുക്ക് കാണാൻ പറ്റുന്നത് കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിനകത്തുള്ള കറണ്ട് ഇൻക്രീസ് ചെയ്ത് വരും. കറണ്ട് ഇവിടെ കറണ്ട് മെഷർ ചെയ്യാൻ സംഭവമുണ്ട്. അപ്പോൾ പ്ലേറ്റ് ഇത് നെഗറ്റീവ് ചാർജ് ഇവിടെ എത്തുകയാണെങ്കിൽ നമുക്ക് കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ കറണ്ട് ക്യാൻ ബി സീൻ ആൻഡ് ദർ ഇസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. And we can see that as this voltage is a varying voltage. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് പോസിറ്റീവിനും നെഗറ്റീവിനും ഇടയിലുള്ള വേരിയിങ് വോൾട്ടേജ് ആണ്. ഈ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തോളും. ആസ് ദിസ് വോൾട്ടേജ് ഈസ് ഇൻക്രീസ്ഡ് we get this current I is increased. With respect to this voltage, current is increased up to a maximum, and up to a maximum, then suddenly it decreases to minimum, then again goes to maximum, then decreases to minimum, then goes to maximum, decreases to minimum, like this. This is the graph obtained. That is, as we increase the voltage, current increases up to a maximum value, then suddenly it goes down to a minimum value, then again increases, then goes down to a minimum value, and this maximum value corresponds to some particular voltage. Here 4.9 volts. For this voltage 4.9 volt, it is coming down. It is maximum, and here not maximum, it suddenly comes to 0, and again at this value, it is almost double of this value, that is 9.6. Again it comes down like that. And why it happens so? എങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്? പെട്ടെന്ന് മാക്സിമം കൂടി കൂടി പ്രത്യേക വാല്യൂ താഴോട്ട് വരാനുള്ള കാരണം എന്താണ്? ഇത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഒരു ഡിസിഷൻ അല്ലെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഇവിടെ ഇലക്ട്രോൺസ് വരുന്നു. ഇലക്ട്രോൺസ് ഈ ആറ്റത്തിൻ്റെ മേലെ ഹിറ്റ് ചെയ്യുന്നു. ഇതിന് നടുക്കുള്ള മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസിന് മേലെ ഹിറ്റ് ചെയ്യുന്നു. ഇലക്ട്രോൺസിന് നമുക്കറിയാം മാസ് വളരെ കുറവാണ്. ഈ ആറ്റംസിന് മാസ് വളരെ കൂടുതലാണ്. ദെർഫോർ എത്ര ഒരു വലിയൊരു മാസുള്ള സാധനത്തിന് മാസ് കുറഞ്ഞൊരു സാധനം എത്ര സ്പീഡിൽ ഹിറ്റ് ചെയ്താലും അത് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യില്ല. ഒന്നും സംഭവിക്കാതെ നാല് ഭാഗത്തേക്കും തെറിച്ചു പോകും. അങ്ങനെ ഈ ഇലക്ട്രോൺസ് ഇവിടെ എത്തും. ഇപ്പോൾ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുന്തോറും വോൾട്ടേജ് കൂടുന്തോറും മോർ ആൻഡ് മോർ ഇലക്ട്രോൺസ് ഗോസ് ടു ദി പോസിറ്റീവ് പ്ലേറ്റ്, കറണ്ട് ഇൻക്രീസസ്. ഞാൻ പ്രോസസ് നടക്കുന്നത് ഹിറ്റ് ചെയ്യുന്നുണ്ടാവും, കൊളിഷൻ ഉണ്ടാവും, ബട്ട് നത്തിങ് ഹാപ്പൻസ്. കൊളൈഡ് ചെയ്യും, അത് സ്കാറ്റർ ചെയ്ത് പോകും. എന്നിട്ട് ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടി വരും. അങ്ങനെ കറണ്ട് കൂടി വരും അപ് ടു എ മാക്സിമം വാല്യൂ. ഒരു മാക്സിമം വാല്യൂ ആകുമ്പോൾ പെട്ടെന്ന് ഇവിടുന്ന് പെട്ടെന്ന് ഷാർപ്പായിട്ട് കുറയാനുള്ള കാരണം ഒരു ഇതിന്റെ വെലോസിറ്റി കൂടി വന്ന് വെലോസിറ്റി കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടും. ഇലക്ട്രോൺസിന്റെ വെലോസിറ്റി കൂടി കൈനറ്റിക് എനർജി കൂടി അങ്ങനെ ഒരു പെർട്ടിക്കുലർ വാല്യൂ എത്തുമ്പോൾ ദാറ്റ് എനർജി ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഇനഫ് ഫോർ ദി ആറ്റം ടു എക്സൈറ്റ്. ആറ്റത്തിന് ആ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യാൻ എത്ര എനർജി വേണോ അത്രയും എനർജി ഈ കൈനറ്റിക് എനർജി, ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ഉണ്ട്, അത്രയും സ്പീഡിലേക്ക് മൂവ് ചെയ്യാം. അത്രയും എനർജി ആകുമ്പോൾ ദാറ്റ് ആറ്റം ഗെറ്റ് എക്സൈറ്റഡ്. ആറ്റം ഈ പറയുന്ന ഇലക്ട്രോണിന്റെ എനർജി അബ്സോർബ് ചെയ്യും. ഈ വരുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്തിട്ട് ഈ ആറ്റം എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യും. എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എത്തും. അപ്പോൾ ഈ വരുന്ന ഇലക്ട്രോണിന്റെ എനർജി കംപ്ലീറ്റ് ലോസ് ആയി. കംപ്ലീറ്റ് ആയിട്ട് ആറ്റം എടുത്തു. ഇലക്ട്രോൺ വീണ്ടും എനർജി ഇല്ലാത്ത ഇലക്ട്രോണായി മാറി. അപ്പോൾ എനർജി ഇല്ലാത്ത ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് എത്തില്ല, പോസിറ്റീവ് പ്ലേറ്റിൽ എത്തില്ല. അതുകൊണ്ട് ദർ ഇസ് നോ കറണ്ട്, അല്ലെങ്കിൽ കറണ്ട് മിനിമം. അങ്ങനെ ഒരു ഇതിന്റെ വോൾട്ടേജ് കൂട്ടുമ്പോൾ ഫോർ എ പെർട്ടിക്കുലർ വാല്യൂ ഓഫ് വോൾട്ടേജ് അത് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത് 4.9 ഇലക്ട്രോൺ വോൾട്ട് ആണ്. എനർജി ഈസ് ഈക്വൽ ടു 4.9 ഇലക്ട്രോൺ വോൾട്ട്. ദെൻ ഇത്രയും എനർജിയുള്ള ഇലക്ട്രോൺസ് ആണെങ്കിൽ ഇതിനെ എക്സൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് വേറെ തരത്തിൽ നമ്മൾ എക്സൈറ്റേഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെർക്കുറി സ്പെക്ട്രത്തിന്റെ എക്സൈറ്റേഷൻ എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട എനർജി ലാംഡ ഈസ് ഈക്വൽ ടു 253.6 നാനോമീറ്റർ ആണ്. 253.6.3 നാനോമീറ്റർ.
ഇത്രയാണ് വേവ് ലെങ്ത് വേണ്ടത് ഫോർ എക്സൈറ്റേഷൻ. ഈ വേവ് ലെങ്ത് നമ്മൾ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ Hnu അല്ലെങ്കിൽ hc/λ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 4.9 ഇലക്ട്രോൺ വോൾട്ട് എന്നാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ മാച്ച് ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ പറയുന്ന മെർക്കുറി സ്പെക്ട്രൽ ലൈനിന്റെ ഫസ്റ്റ് ലെവലിലേക്കുള്ള എക്സൈറ്റ് ചെയ്യുമ്പോൾ സ്പെക്ട്രൽ ലൈൻ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വേവ് ലെങ്ത് 256 നാനോമീറ്റർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ എനർജി ഓഫ് 4.9 ഇലക്ട്രോൺ വോൾട്ട്. Therefore നമ്മൾ പറയുന്നത് ഒന്നാമത്തെ ഇവിടെ ഡ്രോപ്പ് വരുന്നത് when the atom get excited. ആറ്റം എക്സൈറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് ആദ്യമായിട്ട് ഇവിടെ നമ്മൾ ഷാർപ്പ് ഡിക്രീസ് വരുന്നത്. വീണ്ടും വോൾട്ടേജ് കൂട്ടുമ്പോൾ ഇതിന്റെ കൈനറ്റിക് എനർജി കൂടും. കൈനറ്റിക് എനർജി കൂടുമ്പോൾ വീണ്ടും സ്പീഡിൽ മൂവ് ചെയ്യും. കൂടുതൽ ഇലക്ട്രോൺസ് പോസിറ്റീവ് പ്ലേറ്റിലെത്തും. അപ്പോൾ ഇതിന്റെ കറണ്ട് ഫ്ലോ കൂടി വരും അപ് ടു എ മാക്സിമം വാല്യൂ. അറ്റ് ദി സെക്കൻഡ് മാക്സിമം വാല്യൂ നെക്സ്റ്റ് സ്റ്റേജിൽ വീണ്ടും എക്സൈറ്റേഷൻ നടക്കുന്ന സമയത്ത് വീണ്ടും ആ കംപ്ലീറ്റ് എനർജി അബ്സോർബ് ചെയ്യും. വീണ്ടും അത് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തിരിച്ച് പഴയ ലെവലിലേക്ക് ഇത് കറണ്ട് 0 ആയിട്ട് അല്ലെങ്കിൽ മിനിമം ആയിട്ട് തിരിച്ചു വരും. അങ്ങനെ ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ അർത്ഥം ഇത് കൊളിഷൻ വഴിയാണ് ഈ ആറ്റംസ് എക്സൈറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ള ഒന്നാമത്തെ കാര്യം. കൊളിഷൻ വഴിയാണ് ഇത് ആറ്റംസ് എക്സൈറ്റ് ചെയ്യപ്പെടുന്നത്, കൊളിഷൻ ഓഫ് ഇലക്ട്രോൺസ് വിത്ത് ദീസ് ആറ്റംസ്. രണ്ടാമത്തെ കാര്യം ഇത് മനസ്സിലാകുന്നത് ദർ ആർ ഡിഫറെൻറ്റ് എനർജി ലെവൽസ്. ഒരു ലെവലിൽ കിട്ടി അടുത്ത ലെവലിൽ ഓരോ ഡിഫറെൻറ്റ് എനർജി ലെവൽസിൻ്റെ കോണ്ടൈസ്ഡ് ആണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് അല്ല. ഒരു പ്രത്യേക ക്വാണ്ടം ഓഫ് എനർജി ഉണ്ടെങ്കിൽ മാത്രമേ എക്സൈറ്റ് ചെയ്യുള്ളൂ. അടുത്ത ക്വാണ്ടം ഓഫ് എനർജി ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യുള്ളൂ. അങ്ങനെ കോണ്ടൈസ്ഡ് ആണ് ആറ്റത്തിൻ്റെ എനർജി ലെവൽസ് എന്ന കാര്യം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന എക്സ്പെരിമെൻ്റ് ആണ്. അത് നമ്മൾ പറയുന്നത് സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ പറയും. സ്പേഷ്യൽ ക്വാണ്ടൈസേഷനെ പ്രൂവ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഫ്രാങ്ക് ഹെർട്സ് എക്സ്പെരിമെൻറ്റ്. ഇത്രയാണ് ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് നിങ്ങൾക്ക് എക്സാമാണ്, ഞാൻ പറഞ്ഞു നെക്സ്റ്റ് വീക്ക് എക്സാമാണ്. അപ്പോൾ ഇതുവരെയുള്ളത് പഠിക്കുക. ഇന്ന് ഞാനൊരു ഒറ്റ ക്വസ്റ്റ്യൻ തരും നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ട്, നോട്ട്സ് തരാം, കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് വീക്ക് എക്സാമിന് റെഡി ആയിട്ട് വരിക. എക്സാമിന് വേണ്ട സമയം നിങ്ങൾ പറയുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.